സാമ്യവുമില്ലാത്ത കാര്യങ്ങളാണ്. വലഖദ് വലഅതു ഖൗലഹു അലാ അഖറാഇ ശിഅർ, നല്ല മുന്തിയ തരം കവിതകളുമായി മുഹമ്മദിന്റെ വാക്കുകൾ ഞാൻ മാറ്റുരച്ചു നോക്കി. ഫമാ യൽതഇമു അലാ ലിസാനി അഹദിൻ ബഅദി അന്നഹു ശിഅർ, എന്നാൽ അത് കവിതയുടേത് പോലെ തോന്നുന്നില്ല. അതിനു മുൻപ് ഒരാളും തന്നെ മുഹമ്മദ് പറയുന്നത് പോലെയുള്ള വാക്കുകൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഉനൈസ് അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലസാദിഖ്, അല്ലാഹുവാണ്, അദ്ദേഹം സത്യവാനാണ്. വ ഇന്നഹും ലകാദിബൂൻ, അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരാണ് കളവ് പറയുന്നത്. അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹോദരനോട് പറഞ്ഞു, നിന്നെ അയച്ച കാര്യം നീ നല്ല രൂപത്തിൽ ചെയ്തിട്ടില്ല, എനിക്ക് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മക്കയിലേക്ക് ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് അബൂദർ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി. ആദ്യം ചെന്നത് കഅബയുടെ അടുക്കലേക്കാണ്, കഅബയുടെ പരിസരത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കാൻ, നബിയെ കാണാൻ, താൻ നബിയാണെന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അബൂദർ കഅബക്കരികിലെത്തി. പക്ഷെ ഒരാളോടും ചോദിക്കാൻ പറ്റില്ല, ആരോടും ചോദിക്കാൻ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചിട്ടില്ല. അന്ന് രഹസ്യമായി കൊണ്ടാണ് പ്രവാചകൻ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോടും ചോദിക്കാൻ പറ്റില്ല. എല്ലാവരും പ്രവാചകനോട് അങ്ങേയറ്റത്ത് ദേഷ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെ അദ്ദേഹം സ്വയം നബിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് അതിനു വേണ്ട അന്വേഷണങ്ങളുമായി അദ്ദേഹം അവിടെ നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഒരു സാധാരണക്കാരനായ, ഒരു മിസ്കീനായ ഒരാളെ കണ്ടുപിടിച്ച് അയാളോട് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പ്രവാചകനെ പറ്റി ഒരു വിവരവും ലഭിക്കണില്ല. അവസാനം ഒരു പാവപ്പെട്ട ആളോട് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം പാവപ്പെട്ട ആളുകൾ പെട്ടെന്ന് ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഒരു മിസ്കീനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഐന ഹാദല്ലദീ തദ്ഊനഹു അസ്സാബി, നിങ്ങൾ ഈ സാബി എന്ന് വിളിക്കുന്ന ആളെ എവിടെയാണ് കാണാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ആളുകൾ വിളിച്ചിരുന്ന പേരാണത്. പഴയ ദീൻ വിട്ട് പുതിയ ദീനിലേക്ക് വന്നയാൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ ആളെ എവിടെയാണ് കാണാൻ സാധിക്കുക? ഉടനെ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അസ്സാബി അസ്സാബി, ഇതാ മുഹമ്മദിനെ ചോദിച്ച ഒരാൾ വന്നിരിക്കുന്നു. ആളുകൾ എല്ലാവരും ഒത്തുകൂടി അബൂദറിനെ കിരാതമായി മർദ്ദിച്ചു. അദ്ദേഹം പറയുകയാണ്, എന്റെ ബോധം പോയി, എന്റെ ബോധം നഷ്ടപ്പെട്ടു, ചോരയൊലിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ബോധം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഅബയുടെ അടുക്കലേക്ക് തന്നെ ചെന്നു. അവിടെ സംസമുണ്ട്, രക്തം ഞാൻ കഴുകിക്കളഞ്ഞു, സംസം കുടിച്ചു. അദ്ദേഹം പറയുകയാണ്, 15 ദിവസത്തോളം സംസം മാത്രമായിരുന്നു ഞാൻ കുടിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ എനിക്ക് ശാരീരികമായി ഒരു പ്രയാസവും അനുഭവപ്പെട്ടിരുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നില്ല, മറിച്ച് എന്റെ ശരീരം പുഷ്ടിക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ രാത്രി അബൂദർ ഇങ്ങനെ കഅബക്കരികിൽ ഇരിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അതുവഴി കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് ചെറിയ പ്രായമാണ്, പക്ഷെ നല്ല ബുദ്ധിയുള്ള, നല്ല പക്വതയുള്ള കുട്ടിയായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അബൂദറിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അബൂദർ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അബൂദർ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പുലർന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. അബൂദറിന്റെ സഞ്ചികളും എടുത്ത് പുറത്തേക്ക് പോയി. എന്തിനാണ് വന്നത് എന്ന് അലിയോ, എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് അബൂദറോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം രാത്രിയായപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീണ്ടും കാണുന്നത് കഅബയുടെ അരികിലിരിക്കുന്ന അബൂദറിനെയാണ്. അവിടെ പോയി അബൂദറിന്റെ സഞ്ചി എടുത്ത് പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇയാൾക്ക് ഇപ്പോഴും ഇയാളുടെ വീട് എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഇന്നലെ കൊണ്ടുപോയതാണ് എന്റെ വീട്ടിലേക്ക്, എന്താണ് നിങ്ങൾക്ക് ഇന്നും എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം ഇത് ആവർത്തിച്ചു. 3-ാമത്തെ ദിവസം അബൂദർ അലിയോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം താങ്കളോട് ചോദിച്ചറിയാനുണ്ട്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം, എന്നെ ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണമെന്ന് പറയുകയാണ്.
അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നയാളെ അന്വേഷിച്ചു വന്നതാണ്, പ്രവാചകത്വം വാദിക്കുന്ന ആ മനുഷ്യനെ അന്വേഷിച്ചു വന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലഹഖുൻ വ ഇന്നഹു ലറസൂലുൻ, അദ്ദേഹം സത്യമാണ്, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണ്, അദ്ദേഹത്തെയാണോ താങ്കൾക്ക് കാണേണ്ടത്? അബൂദറിന് വലിയ സന്തോഷമായി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നാളെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം, പ്രവാചകന്റെ അടുക്കലേക്ക് നാളെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പുലർന്നപ്പോൾ അബൂദർ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോകാം, പക്ഷേ നീ എന്റെ പിറകിലായി കൊണ്ട് നടക്കണം, എന്നിൽ നിന്ന് കുറച്ച് വിട്ട് നടക്കണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് എന്റെ ചെരുപ്പ് ശരിയാക്കുന്നത് പോലെ കാണിക്കും, അപ്പൊ നീ എന്റെ അടുത്തേക്ക് വരരുത്. നോക്കു സഹോദരങ്ങളെ, അത്രയും പ്രവാചകനെയും സഹാബത്തിനെയും ആ അന്നത്തെ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രവാചകനോട് അത്രയേറെ വെറുപ്പ് വെച്ച് പുലർത്തുന്ന, അത്രയേറെ ദേഷ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവിടെയുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് എന്റെ ചെരുപ്പ് ശരിയാക്കുന്നത് പോലെ കാണിക്കും, അപ്പൊ നീ അവിടെ നിൽക്കണം. അങ്ങനെ പ്രവാചകന്റെ സന്നിധിയിലെത്തി. ഈ മനുഷ്യനെ കാണാനാണ് കഴിഞ്ഞ 10-15 ദിവസങ്ങളായി കിടന്ന് അലഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രവാചകന്റെ മുന്നിലെത്തി. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫകുൻതു അന അവ്വല മൻ ഹയ്യാഹു ബിതഹിയ്യത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഭിവാദ്യമായ മനോഹരമായ അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിന്റെ തഹിയ്യത്ത് അതാദ്യമായി പറഞ്ഞയാൾ ഞാനാണ് എന്ന്. അബൂദർ റളിയല്ലാഹു അൻഹു ആണ് അസ്സലാമു അലൈക്കും എന്നത് ആദ്യമായി പറഞ്ഞ വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക വറഹ്മത്തുള്ളാഹ്, വഅലൈക വറഹ്മത്തുള്ളാഹ്, മൻ അൻത, നീ ആരാണ്? അദ്ദേഹം പറഞ്ഞു, മിൻ ഗിഫാർ, ഞാൻ ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ്. അത് കേട്ടപാട് റസൂലുള്ളാഹി ഇങ്ങനെ തലക്ക് കൈവച്ചു എന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രക്കും പോക്കിരികളായിട്ടുള്ള, തമ്മാടികളായിട്ടുള്ള ആളുകളാണ് ആ ഗിഫാർ ഗോത്രക്കാർ, അത്രക്കും പ്രശ്നക്കാരാണ്. അപ്പൊ ഗിഫാർ എന്നാണ് എന്ന് കേട്ടപാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ തലക്ക് കൈവച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ ഗിഫാറുകാരനാണ് എന്ന് പറയേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകന്റെ ആ തലക്ക് വെച്ച കൈ ഇങ്ങനെ എടുക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എന്നെ തടഞ്ഞു. അബൂദർ പറയാണ്, ഫകാന സാഹിബുഹു അഅലമുൻ നാസി ബി, പ്രവാചകനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രവാചകന്റെ സാഹിബിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരലനക്കിയാൽ പോലും അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി അറിയുമായിരുന്നു എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കാണ്, മതാ കുൻത ഹാഹുന, എപ്പോഴാണ് ഇവിടെ എത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ എത്തിയിട്ട് 15 ദിവസമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ കാന യുത്ഇമുക, ആരാണ് നിന്നെ ഭക്ഷിപ്പിച്ചിരുന്നത്? അദ്ദേഹം പറഞ്ഞു, മാ കാന ലീ തുആമുൻ ഇല്ലാ മാഉ സംസം, സംസം ഒഴികെ വേറൊരു ഭക്ഷണവും ഞാൻ ഭക്ഷിച്ചിട്ടില്ല, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില പാഠങ്ങളുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാ മുബാറക, അത് ബറക്കത്തുള്ള വെള്ളമാണ്. ഇന്നഹാ തുആമു തുഅമിൻ, അത് കുടിക്കുന്നവർക്ക് അത് ഭക്ഷണമായിരിക്കും. വിശക്കുന്ന ആളുകൾ അത് കുടിച്ചാൽ അവർക്കത് ഭക്ഷണമായിരിക്കും. സംസമിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കാരുണ്യത്തിന്റെ നിറകുടമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇദല്ലി ഫീ തആമിഹി ലൈല, അല്ലാഹുവിന്റെ റസൂലേ, അബൂദറിന് ഇന്നത്തെ രാത്രി ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ളാം, ഞാൻ അദ്ദേഹത്തെ ഇന്നത്തെ രാത്രി ഭക്ഷിപ്പിച്ചു കൊള്ളാം നബിയെ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തായിഫിൽ നിന്നുള്ള ഉണക്കമുന്തിരി കൊണ്ടുവന്ന് കൊടുത്തു. അന്നത്തെ മുന്തിയൊരു ഭക്ഷണമാണത്, തായിഫിൽ നിന്നുള്ള ഉണക്കമുന്തിരി. അങ്ങനെ അബൂദർ പറയുകയാണ്, വകാന ദാലിക അവ്വലു തുആമിൻ അകൽതഹു ബിഹാ,
അതാണ് ഞാൻ മക്കയിലെത്തിയിട്ട് അത്ര ദിവസങ്ങളായിട്ട് ഞാൻ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം അതാണ് എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയാൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടെ താമസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് പഠിച്ചു. എന്നിട്ടൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നഹു ഖദ് വജ്ജഹത് ലി അർദു ദാത് നഖ്ലിൻ ലാ ഉറാഹ ഇല്ലാ യസ്രിബ്. ഇതാ ഞാൻ ഈ രണ്ട് മലകൾക്കിടയിലുള്ള യസ്രിബ് എന്ന നാട്ടിലേക്ക് ഞാൻ ഹിജറ പോകുമെന്നാണ് എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഹിജറയുടെ തുടക്ക സമയങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്ന നാട്ടിലേക്ക് ഹിജറ പോകുമെന്നാണ് എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഹൽ അൻത മുബല്ലിഗുൻ അന്നി ഖൗമക്. അബൂദറെ, ഞാൻ ഈ പറയുന്ന ആദർശം അത് നിനക്ക് നിന്റെ നാട്ടിൽ പോയിട്ട് ദഅവത്ത് നടത്തിക്കൂടെ? നിന്റെ നാട്ടിലെ ആളുകൾക്ക് ഈ ആദർശം നിനക്ക് പോയി പറഞ്ഞു കൊടുത്തുകൂടെ? അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദഅവത്തിനെ കുറിച്ചുള്ള കൽപ്പനകൾ നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസല്ലാഹു അയ്യൻഫഅഹും ബിക വയഅജുറുക ഫീഹിം. നിന്നെ കൊണ്ട് അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്യുകയും അതുമൂലം നിനക്ക് അല്ലാഹു പുണ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നീ നിന്റെ നാട്ടിൽ പോയിട്ട് ഇത് ദഅവത്ത് നടത്തണമെന്ന് പറയുകയാണ്. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ ലഅസ്റുഖന്ന ബിഹാ ബൈന ളഹ്റാനൈഹിം. അല്ലാഹുവാണേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇതിനെക്കുറിച്ച് അവർക്കിടയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഗിഫാർ ഗോത്രത്തിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അബൂദർ റളിയല്ലാഹു അൻഹു എന്ന ആ അബൂദറിന്റെ ഉള്ളിലെ നസീഹത്തുള്ള പ്രബോധകനെ അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ നാടെത്താൻ കാത്തു നിന്നില്ല. ഏതൊരു കഅബയുടെ അരികിലാണോ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കാൻ ഭയപ്പെട്ട് അദ്ദേഹം നിന്നിരുന്നത്, ആ കഅബയുടെ കില്ല പിടിച്ചിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെന്റെ നാട്ടിലെ എന്റെ ഗിഫാർ ഗോത്രക്കാർ മാത്രം അറിയേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാവരും അറിയണം. ഒരാൾ പോലും നരകത്തിലേക്ക് പോകാൻ പാടില്ല, ഒരാൾ പോലും സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഒരു പ്രബോധകനിൽ ഉണ്ടായിരിക്കേണ്ട നസീഹത്തിന്റെ പുറത്ത് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആളുകൾ ഒത്തുകൂടി അദ്ദേഹത്തെ കിരാതമായി മർദ്ദിച്ചു. ചോര വാർന്ന് ബോധരഹിതനായി അദ്ദേഹം താഴെ വീണു. ബോധം വന്നപ്പോ കഅബയുടെ കില്ല പിടിച്ച് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആളുകൾ വീണ്ടും ഒത്തുകൂടി അദ്ദേഹത്തെ കിരാതമായി മർദ്ദിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടേക്ക് വന്ന് ആളുകളെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം. അലസ്തും തഅലമൂന അന്നഹു മിൻ ഗിഫാർ. ഇത് ഗിഫാറുകാരിൽപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദറാണ് ഇതെന്ന് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കച്ചവട സംഘം വരുന്നത് ഗിഫാറിലൂടെയാണ്. നിങ്ങളിവിടെ ഈ അബൂദറിനെ ഉപദ്രവിച്ചാൽ നമ്മുടെ കച്ചവട സംഘത്തിന് അത് പ്രയാസമുണ്ടാക്കില്ലേ എന്ന് ചോദിച്ച് അവരെ പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ബോധം വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇത് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇതേ രൂപത്തിൽ വീണ്ടും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വന്ന് അവരെ പിടിച്ചു മാറ്റി എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉനൈസിന്റെ അടുക്കലേക്കാണ്. ആദ്യം മക്കയിലേക്ക് പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ സഹോദരന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് ഉനൈസ് ചോദിച്ചു, മാ സനഅതു, പോയ കാര്യം എന്തായി? നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിച്ചോ? അദ്ദേഹം പറഞ്ഞു, സനഅതു അന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു. പോയ കാര്യമൊക്കെ ശരിയായി, ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, മാ ബി റഗ്ബത്തുൻ അൻ ദീനിക്, എനിക്ക് നിന്റെ ദീനിനോട് യാതൊരു എതിർപ്പുമില്ല. ഇതാ ഞാനും ഫഇന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു, ഇതാ ഞാനും ഇസ്ലാം സ്വീകരിക്കുന്നു. അങ്ങനെ സഹോദരങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹുവും
ഉനൈസ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹുവും അവർ ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേരും കൂടി ചെല്ലാണ് ഉമ്മാന്റെ അടുക്കലേക്ക്. ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാമിനെ കുറിച്ച് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു. ഉമ്മ പറഞ്ഞു, മാ ബി റഗ്ബത്തുൻ അൻ ദീനികുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദീനിനോട് എനിക്കൊരു എതിർപ്പുമില്ല, ഞാനും ഇതാ സ്വീകരിക്കുന്നു. അങ്ങനെ ഉമ്മയും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഗിഫാർ ഗോത്രം അവരുടെ നേതാവായി കൊണ്ട് പരിഗണിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഗിഫാറുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഗിഫാർ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. അതിലെ പകുതി ആളുകൾ അവർ അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ബാക്കി പകുതി ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളാം. ഗിഫാർ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ഗിഫാർ മാത്രമല്ല, ഗിഫാറിന്റെ തൊട്ടടുത്ത ഗോത്രമാണ് അസ്ലം. അസ്ലമും ഇസ്ലാം സ്വീകരിച്ചു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഗിഫാറു ഗഫറല്ലാഹു ലഹാ, അല്ലാഹു ഗിഫാറുകാർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു ഗിഫാറുകാർക്ക് പുറത്തു കൊടുക്കട്ടെ. അസ്ലമും ഗിഫാറിന്റെ തൊട്ടടുത്ത ഗോത്രമായ അസ്ലമും ഗിഫാറിന്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു അൻഹു ആ രണ്ട് ഗോത്രങ്ങളെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ശേഷം കുറെ കാലങ്ങൾ പിന്നിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് വലിയ രണ്ട് സംഘം ഇങ്ങനെ പ്രവാചകനെയും സ്വഹാബത്തിനെയും ലക്ഷ്യം വെച്ച് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പേടിച്ചു പോയി, യുദ്ധത്തിനെങ്ങാനും വരുന്ന ആളുകളാണോ എന്ന് കരുതി ഞങ്ങളൊന്ന് ഭയപ്പെട്ടു പോയി എന്ന്. അങ്ങനെ ആ രണ്ട് സംഘം ഇങ്ങനെ അടുത്തേക്ക് എത്തിയപ്പോൾ അതിന്റെ തലവനായി, അതിന്റെ അമീറായിക്കൊണ്ട് അതിന്റെ മുൻപിലുള്ളത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അദ്ദേഹം അടുത്തേക്കെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് അബൂദർ ഈ ആളുകൾ? കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ധാരാളം ആളുകളുണ്ട്, രണ്ട് വലിയ സംഘങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാണ്, അബൂദർ ആരാണ് ഈ ആളുകൾ? അബൂദറോടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുകയാണ്, റസൂലേ, അങ്ങനെ പഠിപ്പിച്ച ആദർശം, അങ്ങനെ പഠിപ്പിച്ച ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയെ ഞാൻ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ ഗോത്രത്തിൽ ദഅവത്ത് നടത്തി നബിയെ. അങ്ങനെ എന്നിൽ വിശ്വസിച്ച രണ്ട് വലിയ സംഘം ആളുകളാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ടില്ല സ്വഹാബത്തെ, നിങ്ങൾ എൻ്റെ അബൂദറിനെ, മാ അദല്ലത്തിൽ ഖദറ, ആകാശം ഇന്നേ വരെ തണൽ വിരിച്ചിട്ടില്ല, വലാ അഖല്ലത്തിൽ ഖബറ, ഭൂമി ഇന്നേ വരെ വഹിച്ചിട്ടില്ല, അസ്ദഖ മിൻ അബീദർ, അബൂദറിനേക്കാൾ സത്യസന്ധനായ ഒരാളെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ആകാശം ഇന്നേ വരെ തണൽ വിരിച്ചിട്ടില്ല, ഭൂമി ഇന്നേ വരെ വഹിച്ചിട്ടില്ല, അബൂദറിനേക്കാൾ സത്യസന്ധനായ ഒരാളെ. നോക്കൂ, നിങ്ങൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രവാചകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സഹാബത്തിനെ വിളിക്കാൻ, സഹാബത്തെ, കണ്ടില്ല നിങ്ങൾ എൻ്റെ അബൂദറിനെ. സഹോദരങ്ങളെ, വലിയ പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ തലക്ക് കൈവച്ചു എന്നാണ്. അത്ര മോശം ആളുകൾ, മക്കക്കാർ അത്ര മോശക്കാരായി കണ്ടിരുന്ന, അത്ര പോക്കിരികളായിരുന്ന ആളുകൾ, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പ്രകാശം ഇട്ടുകൊടുക്കാൻ ആ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരും. ആരാണ് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്? അവരിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന അബൂദർ അൽ ഗിഫാരിയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഈ ദീൻ ഏത് സമൂഹത്തെയും മാറ്റാൻ കഴിവുള്ളതാണ്. അല്ലാഹുവിന്റെ ഈ ദീൻ ഏത് മനസ്സും മാറ്റാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് ഒരാളുടെ വിഷയത്തിലും നമ്മൾ വിധി എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ അല്ലാഹുവിലേക്കുള്ള ക്ഷണം, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഏത് സമൂഹത്തെയും മാറ്റാൻ അല്ലാഹുവിന്റെ ഈ ദീനിന് കഴിവുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഈ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തുന്ന ചരിത്രമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദഅവത്തിന്റെ മേഖലകളിൽ നമ്മൾ സജീവമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.